മിക്ക ആൾക്കാർക്കും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. ശരിക്കും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ എന്താണേലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ട് നമുക്ക് വേണം. ഇപ്പം ആരെങ്കിലും പറയുക നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് വരിക, സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യങ്ങളൊന്നുമില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ജോലിയായിരിക്കും. നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അതിന് ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു റിയൽ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ടൈം നിങ്ങൾക്ക് അതിന് സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് റിയൽ ബിസിനസ് എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ഒരു ബിസിനസ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. വേറെ ആരെങ്കിലും ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മളോട് പറയുക നിങ്ങൾ ആ ബിസിനസ് നോക്കി നടത്തിക്കോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം നിങ്ങൾ തന്നെ എടുത്തോ, എനിക്കൊന്നും വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല. മീൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ റിട്ടേൺ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ ഇരിക്കുന്നത് ഒരു ജോലിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അവിടെ. റിയൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എല്ലാ ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ നോക്കേണ്ടത് കുറേ റിസർച്ച് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. പിന്നെ നമ്മൾ ആ മാർക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്, ആ മാർക്കറ്റിൽ അത് സക്സസ് ആവുമോ, നമ്മൾ ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം വെച്ചിട്ട് നോക്കണം. ഹായ്, എൻ്റെ പേര് അലക്സ്. ഞാൻ കാനഡയിൽ ഒണ്ടാരിയോയിലാണ്. ഞാനിപ്പം ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സെയിൽസിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു. ആരെങ്കിലും എന്നോട് പറയുക ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ കൂടെ സെയിൽസ് ഫണലും ഇമെയിൽ ക്യാമ്പയിൻസും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും, ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എനിക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറേ റിസർച്ച് ചെയ്തപ്പം കണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്, കനേഡിയൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിൻ്റെ ഗൈഡൻസും അതിൻ്റെ മെൻറ്റർഷിപ്പും, നമുക്ക് അങ്ങനത്തെ ഒരു ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ എളുപ്പം. നമുക്ക് അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയും ഒത്തിരി പേരുടെ പുറകെ നടക്കണം, ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടാൻ തന്നെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബിസിനസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഈ ഒരു ബിസിനസ് ഞാൻ ഒരു 3 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ജോലിയുടെ കൂടെ. അപ്പം നമ്മുടെ ജോലി ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്ന ടൈമിൽ ആ ഒരു ടൈം മാത്രം ഈ ഒരു ബിസിനസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ആർക്കും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രൊഫഷണൽ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്. ഇപ്പോൾ പേരൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ട്, നേഴ്സുമാർ ചെയ്യുന്നുണ്ട്, നാനിമാർ ചെയ്യുന്നുണ്ട്.